അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയതായിട്ട് മുർദാബാദി അക്കണിപ്പളവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി കുക്കറിൽ ഞാൻ കുറച്ച് എണ്ണ വീത്തിയിട്ട് 2 ഉള്ളി എടുത്തിന് കായ്ക്കോന്, പിന്നെ കുറച്ച് ലോങ്ങും കെത്തയും കാലിമിരിയും ചപ്പും 2-3 ഇല അതിനിടണം. ഉള്ളിയിട്ടേ പിന്നെ അത് മിക്സായ പിന്നെ ഇറച്ചി ഞാൻ കയറ്റി വെച്ചിന് 1 കിലോ ഇറച്ചി ഇട്ടാൽ ഇറച്ചിട്ടിട്ട് അങ്ങനെ മിക്സ് ആക്കണം. ഇതേമാതിരി മിക്സ് ആക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ എങ്ങനെ ഇതേതെല്ലാം മിക്സാക്കി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അതൊരു സ്പൂൺ ഇടണം. ഇഞ്ചി വെളുത്തുള്ളീൻ്റെ അതിനെ പിന്നെ നമുക്ക് എത്ര എരിവിന് പച്ചമുളക് വേണം, കുറച്ച് 10-20 ഞാൻ പച്ചമുളക് എടുത്തിന്, അതിടണം എരിവിനനുസരിച്ചിട്ട്. അതിനെ ഉപ്പിട്ടിട്ട് പിന്നെ മിക്സാക്കിയിട്ട് നമുക്ക് വേവിന് ഇറച്ചിൻ്റെ വെള്ളം അങ്ങനെ നമുക്ക് വരും. ഇറച്ചിൻ്റെ വെള്ളം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ കായ് അതാ ബോട്ടിൽ. ഇതൊക്കെ ഇതേമാതിരി മിക്സാക്കിയിട്ട് എടുക്കണം. മിക്സാക്കി കുറച്ച് എണ്ണ ഇതാക്കിയ പിന്നെ ഇറച്ചി കുറച്ച് വെന്ത പിന്നെ വെള്ളം ഒഴിക്കണം. എണ്ണയിൽ നല്ല മിക്സാക്കിയിട്ട് എടുക്കണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് 1/2 കുപ്പി വെള്ളം വെള്ളം എടുക്കണം. ഇതാര് പീടിയ നോക്കുന്നുണ്ടോ, എന്തായാലും ഒരിക്കൽ ഉണ്ടാക്കിയിട്ട് നോക്കും, പിന്നെ ഉണ്ടാക്കിയറാന്ന് തന്നെ ആവും. ഇടി ഗരം മസാല ഇല്ല അങ്ങനെ പൊടിച്ചിട്ടെടുക്കുന്നത് നോക്കാം. ഇത് ബഡിസോപ്പും കൊത്തമ്പാരി 10-12 ഏലത്തിരി 4 ചപ്പും കുരുമുളകും കെത്തയും 1 പൂവുണ്ട്, 1 ജാവിത്രി ചൂടാക്കിയിട്ട് എടുത്തിട്ട് പിന്നെ മിക്സിക്ക് ഇട്ടിട്ട് പൊടിച്ചിട്ട് എടുക്കണം. നോക്കി ഇതേമാതിരി നല്ല മണം. നല്ല ഇതിൻ്റെ ഇത് വേറെതായിട്ട് വേറെ മസാല ഇടാനില്ല. ഇതേ മസാല അതൊക്കെ പൊടിച്ചിട്ട് എടുത്ത് ഇതേമാതിരി പൊടിച്ചിട്ട് പിന്നെ ഞാൻ 2 ഉള്ളി ഇല്ലേ അരക്കാൻ വേണ്ടിയിട്ട് അരച്ചിട്ട് എടുക്കണം. ഈ ഉള്ളി 2 ഇതിനെ അരച്ചിട്ട് എടുത്താൽ പിന്നെ ഒരു സൈഡിൽ ചട്ടി വെക്കണം. പിന്നെ അതിലേക്ക് ഞാൻ നെയ്യ് ഇടുന്ന, എണ്ണ ഇട്ടാലും മോശമല്ല, നെയ്യില്ലാങ്ക് ഞാൻ നെയ്യിലുണ്ടാക്കുന്ന അസലി നെയ്യിൽ ഒറിജിനൽ. പിന്നെ അതിലേക്ക് 2 ഉള്ളി ഞാൻ കഴിക്കാൻ എടുത്തിന്. നോക്ക് ചെറിയ 2 അത് കഴിച്ച പിന്നെ ചപ്പും അതൊക്കെ പിന്നെ 2-3-4 ലോങ്ങും ഇത് സാജീര എടുത്തിന്. സാജീര ഇല്ലെങ്കിൽ ഇത് മറ്റേ സാദാ ജീര എടുക്കാം. കെത്തയും കുരുമുളക് ഇട്ടാൻ കൈ ഇട്ടിട്ട് നല്ല മിക്സ് ആക്കണം. നല്ല മിക്സ് ആയിട്ട് ഉള്ളി ചോക്കോനാകുമ്പോൾ ഇല്ലേ ഈ ഞാൻ മരിച്ചിട്ട് വെച്ച ഉള്ളി ഇല്ലേ 2 അതിനേൽ ഒഴിച്ചാൽ കൈ മറിച്ചെടുത്താൽ കൈ. ഇതിനെ മറിച്ചാൽ പിന്നെ നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കണം. 100 ഗ്രാം തേര എടുത്തിന്. തേര കൂടുതലിടാൻ കയറി എന്താ മേൽക്ക് ഉപ്പേരി ഇടുന്നുണ്ട്. മുളകില്ല, മുളകിൻ്റെ ഉപ്പേരി ഇടാനുണ്ട്. അങ്ങനെ 100 ഗ്രാം തൈ എടുത്തിന്. 3 തക്കാളി എടുത്തിന്. കുറേ തക്കാളി എടുത്തിട്ട് കുറച്ച് ഞമ്മക്കില്ല ഉപ്പേരി ഇടാനുണ്ട്. ഈ അരച്ചിട്ട് വെച്ചാൽ മസാല ഇതിപ്പോൾ പൊടിയാക്കിയിട്ട് എടുത്തില്ല. മസാല ഇത് ഇങ്ങനെ പെൾട്ടിയാക്കണം. ഈ മസാല കാഞ്ഞ പിന്നെ ഇല്ലേ ഇതിൽ കിട്ടാൻ കൈ അതിട്ടേ പിന്നെ 2 സ്പൂൺ ഉപ്പേരി ഇടണം മുളകിൻ്റെ. ഇട്ട് പിന്നെ മിക്സ് ആക്കിയിട്ട് നോക്കാമല്ലോ. ഞാൻ ഇറച്ചി ഒരു സൈഡിൽ വെച്ചിട്ടില്ല, വേവന് അത് വെന്ത് കിട്ടീന്. ഇനി ഇതിൽക്ക് ഒഴിച്ചാൽ കൈ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയത്, പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റിയത്. നിങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ പറ പിന്നെ നല്ല ടേസ്റ്റ്, അത്ര നല്ല ടേസ്റ്റാണ്. അങ്ങനെ മിക്സ് ആക്കിയ പിന്നെ ഇല്ല ഉപ്പിടും ഞാൻ. ഇത് അതിൽക്ക് കുറച്ച് ഇറച്ചി കിട്ടണമല്ലോ ഉപ്പ്, ഇതിൽക്ക് കുറച്ച് ഉപ്പിട്ട് നമുക്ക് വേണ്ടിയത് ആവശ്യത്തിന് അരിക്ക് പിടിക്കാൻ. അരിക്ക് ഇതേമാതിരി ഇല്ല ഈ വെള്ളത്തിൽ മസാലയിൽ കുറച്ച് അരിനയിൽ ഇങ്ങനെ വറുത്തെടുക്കണം. ഇതേമാതിരി മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇത് നല്ല ടേസ്റ്റിങ് ഒരിക്കൽ ഉണ്ടാക്കിയിട്ട് നോക്കൂ, പിന്നെ ഉണ്ടാക്കിയറാന്ന് തന്നെ ആവും. ഇല്ലേ തക്കാളി ഉടയാൻ പാടില്ല, ഇങ്ങനെ ഇടി വേണം. ഇതേമാതിരി ഇല്ല ഞാൻ 4 ഗ്ലാസ് അരി എടുത്തിന്. 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചിന്. 1 കൊണ്ടരിക്ക് 1.5 ഗ്ലാസ് വെള്ളം അനുസരിച്ചിട്ട് ഞാൻ എടുത്തിന്. പിന്നെ വിട്ടവന് മിക്സ് ആക്കിയിട്ട് മുടി കാണും. ഇതില്ല ഞാൻ റെഡ് കളറില്ല നന്നാ കൂടുതലിടണം. എന്ത് പാലിൽ മിക്സ് ആക്കിയിട്ടില്ലേ ഒരേ സ്ഥലത്ത് ഇടണം. അത് ഫുള്ള് ചോറ്റിനാവും കായല നടുവത്ത് ഇട്ടിട്ട് എടുത്താൽ കൈ കളർ ഇട്ടേ പിന്നെ അല്ലേ ഫുഡ് റെഡ് കളറ് ഉണ്ടല്ലോ. നെയ്യ് ഒഴിച്ച പിന്നെ 15-20 മിനിറ്റ് ഇല്ലേ ദമ്മിൽ വെക്കണമല്ലോ മൂടിയിട്ട്, മേൽക്ക് നല്ല കിണറ്റിൻ്റെ വെച്ചിട്ട്. അത് കഴിഞ്ഞ് പിന്നെ കറന്ന് നോക്കണം. കാക്കണി പ്ലവ് റെഡിയായി. എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ആയിന്ന് പറയണം.
പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരു ബെൽ ബട്ടണില്ല അതിനമർത്താം. പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.